വയനാട്ടിലെ ചൂരൽമലയിൽ അന്നും ഇന്നും ഒരു ട്യൂഷൻ ടീച്ചറേ ഉള്ളൂ. അത് ചൂരൽമല ജംഗ്ഷനിൽ താമസിക്കുന്ന ഷകില ടീച്ചറാണ്. ടീച്ചറുടെ 25 അരിമ കുട്ടികളെയാണ് കഴിഞ്ഞ ഉരുൾ എടുത്തുകൊണ്ട് പോയത്. ഷകില ടീച്ചറുടെ വീടും വാഹനവും എല്ലാം പൂർണ്ണമായും നശിച്ചുപോയി. ദുരന്തശേഷം ടീച്ചർ ആദ്യമായി തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ 24 വാർത്താ സംഘവും ചൂരൽമലയിൽ ഉണ്ടായിരുന്നു. ചൂരൽമലയിൽ ഒറ്റ ട്യൂഷൻ സെൻ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീടിനോട് ചേർന്ന് ഷഹീല ടീച്ചറുടെ ട്യൂഷൻ സെൻ്റർ. അവിടെ 40ഓളം കുട്ടികളാണ് പഠിച്ചിരുന്നത്. 25ഓളം കുട്ടികൾ ഇന്ന് ഇല്ല. ഇവിടെയായിരുന്നു ട്യൂഷൻ ക്ലാസ്. ഈ കാണുന്നതായിരുന്നു ഇത് ഒരു ഭാഗമായിരുന്നു ട്യൂഷൻ ക്ലാസ്സിൻ്റെ. ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു 40ഓളം പിള്ളേർ വന്നിരുന്നതായിരുന്നു. അതിലിപ്പോൾ 25 പിള്ളേരെ എനിക്ക് മിസ്സായി. കുറച്ച് പേരെ ബോഡി കിട്ടി, കുറച്ച് പേര് പോയി. ഇവിടെ നമ്മൾ ക്ലാസ് റൂം ആയിരുന്നു, ബെഞ്ചും ഡെസ്കും. അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ബോർഡൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം രാവിലത്തെ സെക്ഷന് എൻ്റെ ഉമ്മച്ചി തയ്യൽ പഠിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് ഞാൻ ട്യൂഷൻ ക്ലാസ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ബെഞ്ചും ഡെസ്കും അതുപോലെ പിള്ളേർക്ക് വേണ്ട എല്ലാ സംഭവവും ഈ ക്ലാസ് റൂമിലുണ്ടായിരുന്നു. എനിക്കറിയില്ല ഞാൻ പഠിപ്പിച്ച പിള്ളേർക്ക് എന്തൊട്ടും ഭാഗ്യമില്ലാണ്ടായി പോയെന്നുള്ള വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം അത്രയ്ക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് വന്ന മക്കളാണ് പോയത്. അതിൽ എന്താ പറയുക, നിവേദ്, ധ്യാന്, പിന്നെ ആരാധ്യ, അവ്യക്ത്, പിന്നെ നീനു, കുറേ പേരുണ്ട്. രാത്രി 1:30 ആയപ്പോൾ വീട് കുലുങ്ങിയ സമയത്താണ് നമ്മൾ എഴുന്നേറ്റപ്പം മൊത്തത്തിൽ വീടിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് പുഴയായി. ആ സമയത്ത് എൻ്റെ കൂടെ 2 പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. ട്യൂഷൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അവർ വന്നു കഴിഞ്ഞാലും ക്യാറ്റ്സിനെയൊക്കെ കൊണ്ടുപോയിട്ട് കാണിച്ച് അവരുടെ കൂടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. ഭയങ്കര സൗണ്ടായിരുന്നു. സൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, അത്ര സൗണ്ടായിരുന്നു. അത് ഇപ്പോഴും എനിക്ക് രാത്രിയൊക്കെ ഇപ്പോഴും ഉറക്കം റെഡി ആയിട്ടില്ല. കാരണം സൗണ്ട് അത് ഇപ്പോഴും കേൾക്കുക. അതുപോലെ തന്നെ കിടന്നു കഴിഞ്ഞാൽ പിള്ളേർ വല്ലാണ്ട് എനിക്ക് അവരിങ്ങനെ മാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന സൗണ്ട് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോഴും എനിക്ക് അതന്നെയാണ് കേൾക്കുന്നത്. എൻ്റെ ചെവിയിൽ മക്കളെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടച്ച് മിനിക്കിങ്ങനെ വെക്കുന്ന ഒരു വണ്ടിയായിരുന്നു. എപ്പോഴും എന്താ പറയുക, തലേ ദിവസം പോലും എൻ്റെ ഉപ്പ ഇത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് ഇതിൽ വെള്ളം വീഴാതിരിക്കുക ഇതിൻ്റെ മുകളിൽ ആദ്യം ഒരു തുണി ഇട്ട് അതിൻ്റെ പുറമെ ഒരു കവറിട്ട് ഭയങ്കര സേഫായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിങ്ങനെ കണ്ടപ്പോൾ എന്താ പറയുക, ഷഹീല ടീച്ചറും അതിജീവന പാതയിലാണ്. സങ്കടങ്ങളെ മറികടക്കണം, നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് വേറിട്ട് പോരണം. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. ഷകീല ടീച്ചറിൻ്റെ കണ്ണീരിനി എന്ന് തോരും നമുക്കറിയില്ല. കാരണം ഇത്രയധികം കുഞ്ഞുങ്ങളില്ലാതാകുക, ആ കുട്ടികളുമായിട്ടുള്ള ചിന്തകൾ, ഓർമ്മകൾ, ഇതൊക്കെ ഈ ടീച്ചറെ വേട്ടയാടുക തന്നെ ചെയ്യും. ചൂരൽമലയൊക്കെ ഒരിക്കലെങ്കിലും നമ്മൾ സന്ദർശിച്ചാൽ നമുക്ക് പോലും ഒരുപാട് കാലമെടുക്കും ഈ ചൂരൽമലയുടെ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ. അത്ര അപകടം പിടിച്ചൊരു ദുരന്തമാണ് ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ അന്ന് ഉണ്ടായത്. പക്ഷേ ഈ പ്രതിസന്ധിയും നമുക്ക് കടന്നുപോയേ പറ്റൂ. അതൊരു യാഥാർത്ഥ്യമാണ്.